ഹലോ ഗായ്സ്, നമ്മുടെ മുഖം എങ്ങനെ ഏറ്റവും പെട്ടെന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഗ്ലോ ആക്കി എടുക്കാൻ പറ്റും നോക്കുകയാണ്. നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് ആട്ടപ്പൊടി, ഇവ മൂന്നും കൂടി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി എടുത്ത് രണ്ടായി കട്ട് ചെയ്ത് അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് അത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയുടെ രണ്ട് ഭാഗവും അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വിരൽ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്ത് വളരെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. തേച്ച് പിടിപ്പിച്ച് നമ്മുടെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, കുറച്ച് നേരം നമ്മുടെ മുഖത്ത് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അധികം വെയിൽ കൊള്ളാൻ പോകരുത്. അത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് നല്ല വ്യത്യാസം വരുന്നുണ്ടാവും. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചൊരു 10 ദിവസമെങ്കിലും മിനിമം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യാസമായിരിക്കും ഇട്ട് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ചില ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി അലർജി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു പൊങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലരുടെ സ്കിന്നിന് മഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പം കുരു വരിക എന്നുള്ളൊരു ഇതുണ്ട്. അത്തരക്കാരൊന്ന് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവരുടെ കേസാണ് ഇത് പറയുന്നത്. അങ്ങനെ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ വീട്ടിലിവിടെ ഇതില്ല, പിന്നെ കടലമാവാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. കടലമാവ് ആണെങ്കിൽ അത് നനച്ചെടുത്തിട്ട് അതിനകത്ത് കൂടെ ഇതാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ശകലം ആട്ടമാവാണ് എടുത്തിട്ട് നനച്ചത് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിനെ അപ്ലൈ ചെയ്തിട്ടൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കളറിൻ്റെ ചേഞ്ച് വരുന്നത് കാണുന്നുണ്ടോ? എൻ്റെ മുഖത്ത് നല്ല സൈറ്റിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളെ മുഖത്ത് ഭയങ്കരമായിട്ട് 40 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു സൗന്ദര്യം വെച്ചതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ ഇതുകൊണ്ടൊന്നുമല്ല. അപ്പോഴെല്ലാവരും മഞ്ഞളും തേച്ച് ചെറുപയർ പൊടിയോ കടൽമാവോ ഒക്കെ ഇട്ടിട്ടാണ് തേച്ച് കഴുകി കളയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു സൗന്ദര്യം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ പിന്നീട് ആരും അത് ശ്രമിക്കാറില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നിലനിൽക്കാത്തതും. പിന്നെ വെയിലത്ത് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് കീപ്പ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീനൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് നിലനിൽക്കും. അല്ലാതെ വെയിൽ കൊള്ളാൻ പോകുന്നവർക്ക് ഭയങ്കര പാടാണ്. ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. അല്ല, അത് ഭയങ്കര പാടാണ്. അപ്പം കാണുന്നതാണ്. അതുപോലെ തന്നെ ആരായാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കണം. പിന്നെ ഒരു കഷ്ണം ഐസ് പീസ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് പിന്നെ ഒരു ചൂട് ഭയങ്കര കണ്ണിനൊക്കെ നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കണ്ണിന് തണുപ്പൊക്കെ കൊടുക്കുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവനവൻ്റെ സൗന്ദര്യം എപ്പോഴും നമ്മൾ സംരക്ഷിക്കുക. അത് കുറേ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കണ്ടോ, ഇപ്പം ഞാനത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമില്ല, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു 8-10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് നല്ല റിസൾട്ടായിരിക്കും. കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് ദിവസേന ഒരു റൂട്ടീനായിട്ട് രാവിലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.